പ്രാന്തൻ പ്രാന്തൻ റെഡി ആയിക്കൊണ്ടിരിക്കണോ? നമ്മുടെ നമ്പർ കണ്ടാൽ മാത്രം അറിയുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടി. പൊള്ളിയായി പൊള്ളി പൊള്ളി. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ എന്താണ് ഏരിയ എന്ന്? അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടില്ല, രാവിലെ തന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കയറുന്ന കാരണം ജാതി എനർജി കാര്യങ്ങൾ ഉഷാറാക്കണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എവിടേക്കാണെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. സോനവാലി ഉണ്ട്, അടൽ ടണലുണ്ട്. അപ്പോൾ എവിടേക്കാണ് എത്തുക എന്നുള്ളതൊന്നും അറിയില്ല. നല്ല ഭയങ്കര റഷായിരുന്നു. അപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം, കുറച്ചിട്ടും കഴിഞ്ഞിട്ട് ഇറങ്ങണുള്ളൂ. വണ്ടികളൊക്കെ പോയി തുടങ്ങിട്ടോ, വണ്ടികളൊക്കെ ഇവിടെ പോയി തുടങ്ങി. നമ്മളാണെങ്കിൽ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാം. ഓക്കെ ഗൈസ്, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ മേലയിലേക്ക് മുഴുവൻ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. ഒന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ. ഞാൻ വൈപ്പർ എന്നിട്ട് കാണിച്ചു തരാം. ഹായ്, പെയ്യണുണ്ടോ പെയ്യണുണ്ടോ? പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ മേത്തേക്ക് മുഴുവനാവില്ല. അത് തന്നെയല്ല, ചെറിയ ഒരു മഞ്ഞ് മഴയൊന്നല്ല, ശരിക്കും അങ്ങോട്ട് പെയ്യനെയാണ്. മഞ്ഞ് പെയ്യാന്ന് പറയില്ലേ. പുറത്തേക്ക് ഇറങ്ങട്ടെട്ടാ. ഓ ഗൈസ്, ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾ പ്രാന്തനൊക്കെ മഞ്ഞ് കൊണ്ട് മൂടുന്നു. പ്രാന്തനൊക്കെ മഞ്ഞ് കൊണ്ട് മൂടുന്നു. എന്താണ് ഇവിടെ? ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. പെയ്യാണ് പെയ്യാണ്. ഞാൻ മാത്രം കുട ചൂടിയിട്ടാണ് കേട്ടോ നിൽക്കണത്. എൻ്റെ കുടയുടെ ഉള്ളിലൊക്കെ എത്തി കഴിയുമ്പോൾ ഫുള്ള് മഞ്ഞാവും. എന്ത് രസമായിട്ടാണ് നോക്കിയാ മഞ്ഞ് പെയ്തോണ്ടിരിക്കണത്. ഫ്രെയിമില് ഫുള്ള് മഞ്ഞ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ആഗ്രഹം സഫലമായി. ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലും കൂടുതൽ ഒന്നും കിട്ടാനില്ല. സന്തോഷമായി. ഇനി ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയില്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കണ്ടിട്ടേ ഇവിടുന്ന് പോകണുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതെന്തായാലും നടന്നു. പ്രാന്തൻ്റെ ഇതൊക്കെ നമുക്ക് എൻ്റെ കയ്യിന് ഇത്തിരി കഴിഞ്ഞാൽ അനക്കാൻ പറ്റാണ്ടാവും കേട്ടോ, അത് ഉറപ്പാ. ചെളി പോണണ്ട, ചെളി പോണ കണ്ടോ ഗൈസ്. ഹായ് നമ്മുടെ യൂട്യൂബ്. ഹായ്. ഇനി എന്താണ്? പെയ്യണോ ട്രാവൽ ബ്രോസ്. ഗംഭീര കാഴ്ച. ഹായ്. നമ്മുടെ പ്രാന്തം നോക്കിയാ മഞ്ഞില് മൂടി തുടങ്ങി. നമ്മുടെ പ്രാന്തനെ മഞ്ഞ് മൂടി തുടങ്ങി. ഓ
ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ. सही है यार, नई रोड पे जाएगी. ये नहीं है इसका, ये इधर. നമ്മുടെ സ്പൈഡർമാൻ മുഴുവൻ മൂടിപ്പോയി ഗൈസ്, സ്പൈഡർമാൻ മുഴുവൻ മൂടിപ്പോയി. നമുക്ക് വണ്ടി ഒന്ന് കഴുകിയാലോ എന്ന് ഞാൻ ആലോചിക്കണത്. ഈ ഒരു അവസരത്തിൽ വണ്ടി കഴുകാൻ പറ്റിയ നല്ലൊരു അവസരമാണ്, അത് പാഴാക്കാതിരുന്നാലോ. ഹായ് 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 ഹായ്, ചെളിയാണ് കേട്ടോ, ചെളി ചെളി. ഹായ് ഹായ്. ഓ കൈ 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 അനങ്ങുന്നില്ല. ഗ്ലൗസ് ഇട്ടെ, ഗ്ലൗസ് ഇട്ടെ, ഇനി ഗ്ലൗസ് ഇട്ടിട്ട്. സ്പൈഡർമാൻ എവിടെ? സ്പൈഡർമാനെ, 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 സ്പൈഡർമാനെ. ഹോ 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 ഹോ. ഹാ ഓ ഓ. മഞ്ഞ് വാരി ആരോ എറിയുന്ന പോലെയാണ് മഞ്ഞ് വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം മഞ്ഞ് പെയ്തോണ്ടിരിക്കുക. ഇന്നും രക്ഷയില്ല. ഇന്നിവിടെ ഒരു കളി നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഇന്നും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു കളി നടക്കുമെന്ന് തോന്നണില്ല. ഞാനിതുവരെ ഇപ്പോൾ സമയത്രയെന്നറിയോ? 12:30 എനിക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇതേവരെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി കയറാനല്ലാണ്ട് പറ്റിയിട്ടില്ല. കാരണം അതേപോലെ ബ്ലോക്കാണ് ഒന്നാമത്. പിന്നെ ഞാനൊരു പാർക്കിങ്ങിൽ ഇങ്ങനെ ഇട്ടുണ്ട് സംഭവം. പിന്നെ അവിടെ ഒരു ചായക്കടക്കാരുണ്ട്, ചായക്കടക്കാരൻ്റെ അടുത്തേക്ക് വരെ പോകാൻ പറ്റിയിട്ടില്ല. ഞാനൊന്ന് ജസ്റ്റ് ഡോർ തുറക്കാട്ടാ. കണ്ടില്ലേ? ഇതാണ് പിന്നെ എങ്ങനെ ഞാൻ പുറത്തിറങ്ങാ? ഒരു രക്ഷയില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ കുറെ നേരം ഇരിക്കുക. ഇന്നലെ രാത്രി വന്ന് കിടക്കുമ്പോ ആ മലയിലൊന്നും തുണ്ടും മഞ്ഞുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയപ്പോ ഇല്ലേ, ഫുള്ള് മഞ്ഞ് മാത്രമായി. അത് കാണാൻ പറ്റാത്ത രീതിയിലും മഞ്ഞായി. എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ മഞ്ഞ് വീതിട്ടുള്ളൂ. അപ്പോഴേക്കും ഫുള്ള് മഞ്ഞായി. ആ വീടിന്റെ അവിടെ നിന്നും അതുപോലെ തന്നെ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കിയേ, ഇപ്പൊ നിറച്ച് മഞ്ഞായി. അപ്പൊ എന്തായാലും ഒന്ന് പുറത്തിറങ്ങാം ഇത്തിരി കഴിഞ്ഞിട്ട്. खा लेते हैं, सब दिक्कत होगा चलने में, खा लेते नहीं. ഓ ഗൈസ് നോക്കൂ, മഞ്ഞ് പെയ്യാണ്, പഞ്ഞ് പെയ്യാണ്. ഗംഭീര സംഭവം. ഞാൻ ഒരു കൊട ചൂടിയിട്ടാണ് കേട്ടോ നടക്കണത്. ഹായ് ഹായ്. എന്നാലും എൻ്റെ മേത്തേക്ക് മഞ്ഞൊക്കെ വരുന്നുണ്ട്. വണ്ടികളൊക്കെ പോകുന്ന നോക്കിയേ, ഫുള്ള് മഞ്ഞിൽ മുങ്ങിയിട്ട്. ഓഹോ, റെഡ് വണ്ടികളൊക്കെ ശരിക്കും അറിയാം, വൈറ്റ് വണ്ടിയിൽ അറിയില്ലല്ലേ. ഇത് ക്രിസ്മസിന് മറ്റേ പഞ്ഞി പൊതിഞ്ഞ് കൊണ്ടുപോകണ പോലെയുണ്ട്. എന്തായാലും നല്ല രസം, നല്ല രസം. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് കണ്ട് ഇങ്ങനെ 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 നടക്കുന്നു. ഈ മരമൊക്കെ എന്ത് ഇതിൽ കാഴ്ചയിൽ നിന്നായിരുന്നാ നോക്കിയേ. ഇപ്പം മരമൊന്നും കാണാനില്ല. വായിലേക്ക് മലകൾ നോക്കൂ, മൊത്തം പ്രദേശങ്ങൾ നോക്കൂ. നിങ്ങൾ എന്തായാലും ഇല്ലേ ഒരു പ്രാവശ്യം ഇതൊക്കെ വന്ന് അനുഭവിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മണാലിയിൽ വന്നു, പക്ഷേ എനിക്ക് സ്നോഫോൾ കിട്ടിയില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്നോഫോൾ കാണണം എന്നുള്ളത്. അത് കണ്ടു ആസ്വദിച്ച്. ഇനി ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമുണ്ട്, ഒന്നും പറയാനില്ല. അതേ വണ്ടി വന്നിടിക്കണം ഇനിയിപ്പോൾ പണ്ടിറങ്ങിയിട്ട് ബാക്കിൽ നിന്ന്. നമ്മുടെ ഒപ്പം കിടക്കുന്ന കാറുകളൊക്കെ നോക്കി എല്ലാം മൂടിയിട്ടാണ്, എല്ലാ വണ്ടികളും മഞ്ഞിൽ മൂടി. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മഞ്ഞ് പെയ്ത് പെയ്ത് പെയ്തേ ഫുള്ളായി പറയില്ലേ. അയ്യോ കട്ട പിടിച്ചു. വണ്ടികളുടെ അടികളിൽ മാത്രമേ, അടിവശത്ത് മാത്രമില്ല.
എൻ്റെ അമ്മോ ഞാൻ കാലി വയ്ക്കുന്ന സ്ഥലമൊക്കെ നോക്കിയേ. ഇത് ബിയാസ് നദിയാണ് കേട്ടോ. നദിയിലൊക്കെ ഫുള്ള് മഞ്ഞായി, രക്ഷയില്ല. അതെ, അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷത്തോടു കൂടി ഇവിടെ കുറേ നേരം എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ പ്രാന്തനെ നിർത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. ചായക്കടയിൽ ആള് മാരുതി 800 ഓൾട്ടോയെല്ലാം കണ്ടത് ചായയും ബ്രെഡും മാഗിയും ഒക്കെ വിൽക്കണ ചേട്ടനാണ്. ഞാൻ बताओ भाई. हाँ जी, आर्यन सोनी. क्या? आर्यन सोनी. ആര്യൻ സോണിയുടെ അവിടെ നിന്ന് നമ്മളൊരു ചായ പറഞ്ഞിട്ടുണ്ട്. ഒരു ചായ തായോ? ചായ ഓനിയൻ ഭായി. ഓനിയൻ ഭായി ഏതൊരു ഭായി എനിക്ക് എന്തായാലും ചായ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജൽദി തേതോ ടണ്ടാ. ആ നല്ല തണവുണ്ട്. അപ്പൊ എന്തായാലും അവനെ അടിച്ചിട്ട് തന്നെ കാര്യം. ഓ ഇതേ ചായ വെക്കാൻ പോവാണ്. ചായ ബനാവോ. और क्या क्या है इधर खाने के लिए? मैगी. ओ मैगी का कितना है? 60. ओह ज्यादा बोला. कैमरा देखकर ऐसा बोलने का. पूरा मनाली का आदमी ऐसा समझते हैं लोग. पूरा समझते हैं. स्पेशल बनाता है. स्पेशल कैसे बनाता है? ज्यादा बनाते हैं. हमारा खाकर आप टेस्ट करो, लगेगा पता. एक बड़ा वाला चाहिए. 60 का. हाँ बड़ा वाला दे दो. पूरा आदमी देखे. मैगी बनाना, ऑमलेट बनाना. एक मैगी दे दो. അപ്പം ഒരു മാഗിയും ഒരു ചായയും പറഞ്ഞ് ഞാൻ ഈ തണവത്ത് ഇവിടെ കൂടിയിരിക്കുകയാണ് ഗൈസ്. ആളത് എടുക്കട്ടെ, അപ്പോഴേക്കും നമുക്കൊന്ന് ജസ്റ്റ് നടക്കാം, കാഴ്ചകൾ കാണാം. ഓ നമ്മുടെ പ്രാന്തന്റെ അവിടെ കിടക്കുന്നു. പ്രാന്തൻ മുഴുവൻ മഞ്ഞിൽ മുങ്ങിപ്പോയി ഗൈസ്. ഓ നമ്മുടെ നമ്പർ കണ്ടാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടി. പൊള്ളിയായി, പൊള്ളി. ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. മഞ്ഞ് പെയ്യാണ്. ഇനി നിങ്ങളിത് കാണൂ, ഞാൻ കുറച്ച് മ്യൂസിക് ഇട്ട് തരാം. റോട്ടിൽ വീഴുന്ന ഐസ് കണ്ടോ? വണ്ടി പോയി വെള്ളമാവും കേട്ടോ. ഈ സൈഡിൽ വീഴുന്നൊക്കെ ഇങ്ങനെ കിടക്കേണ്ട സംഭവം. കുതിരകൾ പോകണ്ട്. കുതിര സവാരി ആയിട്ട് ഇടയ്ക്ക് ആൾക്കാർ ഇതിൻ്റെ പുറത്ത് കയറി പോകണമെന്ന് തോന്നുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നു കേട്ടോ ആൾക്കാർ മാക്സിമം. വേണ്ട വണ്ടിപ്പുറത്ത് ക്രിസ്മസ് അപ്പന്മാർ പോണ പോലെയാണ് കേട്ടോ ഇവിടുത്തെ ജാക്കറ്റും കോട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പോണത്. എൻ്റെ മാഗിയും ചായയും റെഡി ആയിടവോ, അവിടേക്ക് പോയി നോക്കാം. മാഗിയും ചായയും റെഡി ആയിക്ക് അത് കുടിക്കാം. കുടിക്കുകയും കഴിക്കുകയും ചെയ്യാം അല്ലേ. പ്രാന്താ നിനക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഞാനിപ്പോൾ വരാം. നമുക്കിതേ ചായ ഉണ്ടാക്കേണ്ട ആള്, അതുപോലെ തന്നെ ഇതേ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോടെ ഓപ്പൺ കരോ കൈസേ. റെഡി ആയിക്കൊണ്ടിരിക്കുമോ. അത് കൂടാണ്ട് ദേ ആളുടെ വക ഒരു ഗാന. ഏക് ഗാന സുനാവോ. एक मिनट जस्ट ഇവിടുത്തെ ഒരു പ്രത്യേക സൈസ് വണ്ടിയാണ് കേട്ടോ. ഏതിലെ വേണമെങ്കിലും ചെളിക്കടയും മഞ്ഞിക്കടയും ഒക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഇരുന്നത്. അതിവിടെ കുറേ ഉണ്ട്, അതുകൊണ്ട് പെട്ടൊക്കെയുണ്ട്. ആവണുള്ളൂ. അല്ലൊക്കെ വരണം. ഗാന പടക്ക്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പടക്ക്. आज मौसम बड़ा बेईमान है, बड़ा आज मौसम कोई तूफान है, कोई तूफान है आज मौसम. പാട്ടിനിടയ്ക്ക് ആള് ഇളക്കണം കൂടി ഉണ്ട് കേട്ടോ. ये हिंदी गाने हुए, फिल्मी सॉन्ग, क्लासिकल अंदाज में. നമ്മൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചപ്പോ പിന്നെ ആള് പാട്ട് നിർത്തണല്ലോ. പെട്ടയ്ക്ക് തന്നെ പെട്ടയ്ക്കാ. നൂഡിൽസ് അവിടെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായില്ല. ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് ഈ
എന്താ പറയുക കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാനത് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കാറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് 1 മണിയായി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നൂഡിൽസ് ഒരെണ്ണം അല്ല കമ്മി കഴിച്ചു. പുറത്തിറങ്ങാൻ രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇത് കണ്ടില്ലേ, ഫുള്ള് മഞ്ഞായി നല്ലക്കായി. വണ്ടി ഫുള്ള് കാണാൻ പറ്റില്ലാത്തത്ര മഞ്ഞായി പോയി, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ ഉള്ളിലിരുന്ന് എന്നെ അങ്ങോട്ട് ഒരു നൂഡിൽസ് അടിക്കാം എന്നങ്ങ് വിചാരിച്ചു. അയ്യോ, തണവത്തെ നൂഡിൽസ് ബെസ്റ്റാണ് കേട്ടോ, ബെസ്റ്റാണ്. ചായ കുടിച്ചായിരുന്നു അവിടെ നിന്ന് തന്നെ. മാഗി മാഗി ഇവർ പറയാ, ഒരു മാഗി മാഗി എന്ന് പറയാം, മാഗി മാഗി ആൻറ്റി. തണവത്ത് മാഗി കഴിക്കുമ്പോഴേ ടേസ്റ്റാ. 60 രൂപ കേട്ടോ, എന്നാലും കുഴപ്പമില്ല, സാധനം പൊളിച്ചു. എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നടക്കാൻ പോവാം. എന്തായാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഫുള്ള് നടക്കാൻ പോവാ. മഞ്ഞ് അധികം വലിയ തണവൊന്നും തോന്നണില്ല അങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടക്കാറിറങ്ങാം കേട്ടോ. ഇപ്പൊ തണുക്കുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ തണുക്കുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ -3 ഇപ്പോൾ അവസ്ഥ. ഇനി -7ലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് അധികം യാത്ര ചെയ്തിട്ടുമില്ല. ഇന്ന് ഇവിടെ കിടന്നു, അങ്ങോട്ട് നടന്നു, ഇങ്ങോട്ട് നടന്ന്. കാരണം ഫ്രണ്ടിൽ ഫുള്ള് ബ്ലോക്കായി, ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ്, ഒരു രക്ഷയില്ല, ബ്ലോക്ക് മാറണില്ല. പിന്നെ നമ്മൾ എവിടേക്ക് ഈ വണ്ടി എടുത്തിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അത് തന്നെയല്ല, സ്നോഫോളിൻ്റെ ഇത് മാറിയിട്ടില്ല, നിറച്ചും സ്നോഫോൾ തന്നെയാണ് ഇപ്പോഴും. ചെറുതായിട്ട് മഴയും കൂടിയിട്ടാണ്, ഇതേ കണ്ടില്ല ഗ്ലാസിൻ്റെ. അപ്പോൾ രക്ഷയൊന്നുമില്ല, നേരത്തേനേക്കാളും ലേശം കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. എന്നാൽ കൂടിയും പെട്ടയ്ക്ക് തന്നെയാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് എന്താ പറയുക, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കപ്പലണ്ടി മിഠായി, കുറച്ച് വറവ് സാധനങ്ങൾ, അതൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്നു നൂഡിൽസ് കഴിച്ചത്. ഇപ്പോൾ വീണ്ടും പോയി ഒരു ചായ കുടിച്ചു. വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള് AC ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇന്ന് എഡിറ്റിങ് ചെയ്യാനായിട്ട് കണ്ടമാനം ടൈം കിട്ടി, അതൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷേ വിരല നമുക്ക് കുത്താൻ പറ്റണില്ല ഫോണുമേ. വിരലിൻ്റെ തുമ്പ് കുത്തുമ്പോൾ വേറെ അവിടേക്ക് ഇവിടേക്ക് കായി പോവോ, തണവ് തരണം, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് നേരം കൂടി നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റുമെന്ന്. മഴയൊന്ന് ചെറുതായിട്ട് കുറയുക, അല്ലെങ്കിൽ സ്നോഫോൾ കുറയുക, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. സ്നോഫോളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്ക് കാഴ്ചകൾ കാണാം. ഇന്നത്തെ കിടപ്പിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക, പുറത്തേക്ക് നിങ്ങൾക്ക് ഇരുട്ടായ കാരണം ഒന്നും കാണില്ല. നാളെ രാവിലെ വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കിടക്കുന്നത് സോനാവാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, ബിയാസ് നദിയുടെ തീരത്ത് തന്നെ വണ്ടി ഇങ്ങനെ ഒതുക്കി നിർത്തി നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങുന്നത്. രാത്രി ആയതുകൊണ്ട് സ്നോഫോൾ പെയ്യണത് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല. അപ്പം ഞാൻ നാളെ രാവിലെ എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും, ഇപ്പം ഇന്ന് കാണിക്കുന്നത് -4 ഡിഗ്രി വരെ താഴത്തേക്ക് പോകുന്ന, പക്ഷെ ഇന്നലെ കാണിച്ചത് -7 വരെ പോകുന്ന. അപ്പം ഞാൻ ഹീറ്ററൊക്കെ ഇട്ടിട്ട് മാക്സിമം എന്താ പറയുക, തണുപ്പ് ചൂടാക്കിയിട്ട് വണ്ടി മാക്സിമം ചൂടാക്കിയിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോൾ അത് കാരണം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഫുൾ ഹാപ്പിയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഫുൾ ഉഷാറാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നുറങ്ങാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം പണ്ടാറം ചെയ്തോളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ 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 ബൈ.